പ്രവാസത്തിന് കൊതിക്കുന്ന മലയാളികളുടെ കണ്ണിപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിലേക്കാണ്. ഉന്നത പഠനവും ജോലിയും കുടിയേറ്റവുമായി ഇന്ത്യക്കാരുടെ ഒഴുക്കാണ് അങ്ങോട്ടേക്ക്, പ്രത്യേകിച്ച് കാനഡ. ഏഴ് വർഷത്തിനിടെ 85 ലക്ഷം ഇന്ത്യക്കാരാണ് മാതൃരാജ്യത്തിൻ്റെ പൗരത്വം ഉപേക്ഷിച്ച് വിദേശത്ത് കുടിയേറി അവിടെ പൗരത്വം നേടിയത്. കഴിഞ്ഞ വർഷം മാത്രം ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ച് പോയത് 1,63,000 പേരാണ്. ഇതിൽ പകുതി പേരും അമേരിക്കൻ പൗരന്മാരായപ്പോൾ 21,597 പേർ കനേഡിയൻ പൗരത്വം സ്വീകരിച്ചു. ഇന്ത്യക്കാരുടെ വിദേശ കുടിയേറ്റത്തിൽ 2021 കണക്കിൽ അമേരിക്കയ്ക്കും ഓസ്ട്രേലിയയ്ക്കും പിന്നിൽ 3ാം സ്ഥാനത്താണ് കാനഡ. കുടിയേറ്റവും വിദേശത്തെ തൊഴിലും മോഹിക്കുന്ന മലയാളികൾക്ക് ഇപ്പോൾ ശുഭകരമായ വാർത്തയാണ് കാനഡയിൽ നിന്ന് വരുന്നത്. 10 ലക്ഷത്തോളം തൊഴിലവസരങ്ങളുമായാണ് കാനഡ വിളിക്കുന്നത്. ഭാഷാ അഭിരുചിക്ക് അടക്കം കടമ്പകൾ എളുപ്പമല്ലെങ്കിലും കാനഡയിൽ ഒരു ജോലി സ്വപ്നം കാണുന്നവർക്ക് ഇതാണ് ബെസ്റ്റ് ടൈം. വിസ്തീർണം കൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ 2ാമത്തെ രാജ്യമായ കാനഡയുടെ വിശേഷങ്ങളും തൊഴിലവസരങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളുമാണ് ഈ ലക്കം ഇൻസൈഡ് ഔട്ടിലുള്ളത്. സമ്മിശ്ര സമൂഹമാണ് കാനഡയിൽ. വിവിധ രാജ്യക്കാരും അവരുടെ പിൻതലമുറയുമായി ഒരു ബഹുസ്വര സമൂഹം. രാജ്യത്തെ മൊത്തം ജനസംഖ്യയുടെ ഭൂരിപക്ഷത്തിൻ്റെയും ജന്മനാട് കാനഡയല്ല, കൂടുതലും വരത്തന്മാരാണെന്ന് ചുരുക്കം. നിലവാരമുള്ള വിദ്യാഭ്യാസത്തിന് പേരുകെട്ട രാജ്യത്തെ 60% യുവാക്കളും ബിരുദം നേടിയവരാണ്. വികസിത രാജ്യമായ കാനഡയിലെ ആകെ ജനസംഖ്യ 3,80,00,000 ഇതിൽ കനേഡിയൻസ് എന്ന് പറയാവുന്നത് 32.3% മാത്രം. ഇംഗ്ലീഷുകാർ 18.3% വരും, സ്കോട്ടിഷ് 13.9%, ഫ്രഞ്ചുകാർ 13.6%, ഐറിഷ് 13.4%, ജർമ്മൻസ് 9.6%, എന്തിനധികം പഞ്ചാബികൾ തന്നെ 1.4% ഉണ്ട് കാനഡയിൽ. 2016 ശേഷം കാനഡയിലേക്ക് ഏറ്റവും കൂടുതൽ കുടിയേറ്റക്കാരുടെ ഒഴുക്കുണ്ടായത് ഇന്ത്യയിൽ നിന്നാണ്. 6 വർഷത്തിനിടെ കുടിയേറിയവരിൽ 30% ഇന്ത്യക്കാരാണ്. ഇന്ത്യൻ വേരുകളുള്ള 14 ലക്ഷത്തോളം പേരുണ്ട് ഇന്ന് കാനഡയിൽ. കഴിഞ്ഞ വർഷം മാത്രം കുടിയേറ്റക്കാരായി കാനഡ സ്വീകരിച്ചത് 1,28,000 ഇന്ത്യക്കാരെയാണ്. ഈ വർഷവും ഇതിൽ ഒട്ടും കുറവുണ്ടാകാനിടയില്ല. ജസ്റ്റിൻ ട്രൂഡോ സർക്കാർ അധികാരമേറ്റ ശേഷം ഓരോ വർഷവും ഈ സംഖ്യ കൂടി വരികയായിരുന്നു. തണുത്ത കാലാവസ്ഥയാണ് ഏറ്റവും വെല്ലുവിളി. കാനഡയിലെ മാനിറ്റോബയിലെ ചർച്ചിൽ നഗരം ഒരു പ്രത്യേകത, ആ നഗരം അടച്ചു പൂട്ടിയിടാറില്ല എന്നുള്ളതാണ്. വീടുകളുടെ വാതിലുകൾ പോലും തുറന്നു കിടക്കും, കാറുകളുടെ ഡോറുകൾ പോലും ലോക്ക് ചെയ്യാറില്ല. കള്ളന്മാരില്ലാത്തതിനാലോ സുതാര്യത കൂടിയതോ ഒന്നുമല്ല. ഹിമക്കരടികളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായി കാലാകാലങ്ങളായി സ്വീകരിച്ചു പോരുന്നതാണിത്. വഴിമധ്യേ ഏത് നിമിഷവും ഹിമക്കരടികൾ മുന്നിൽപ്പെട്ടേക്കാം. അവയിൽ നിന്നൊക്കെ ഓടിക്കയറി രക്ഷപ്പെടാനായിട്ടാണ് ഈ മാർഗം സ്വീകരിച്ചു പോരുന്നത്. വാതിൽ തുറന്നിട്ടിരിക്കണമെന്ന് നിയമമൊന്നുമില്ലെങ്കിലും ഒരാചാരം പോലെ കാലങ്ങളായി അതിങ്ങനെ തുടരുന്നു. ഹിമക്കരടികളുടെ തലസ്ഥാനമായാണ് ഈ നഗരം അറിയപ്പെടുന്നത്. അതുപോലെ മറ്റൊരു പ്രത്യേകത, ചർച്ചിൽ മാനിറ്റോബയിലെ ഹഡ്സൺ ബേയിലാണ് ഭൂഗുരുത്വം ഏറ്റവും കുറഞ്ഞ തോതിൽ ലോകത്ത് അനുഭവപ്പെടുന്നത്. അതായത് അവിടെ എത്തിയാൽ എത്ര ഭാരമുള്ളയാൾക്കും ഒരല്പം ഭാരക്കുറവ് തോന്നും എന്നർത്ഥം. ക്രിസ്മസും സാന്റയും ഡിസംബർ മാസത്തിൻ്റെ അടയാളമാണ്. സാന്റാക്ലോസിൻ്റെ ഔദ്യോഗിക വിലാസം കാനഡയിലാണോ? ഓരോ വർഷവും ക്രിസ്മസ് കാലത്ത് 10 ലക്ഷത്തിലധികം കത്തുകളാണ് സാന്റയുടെ കാനഡയിലെ വിലാസത്തിലേക്ക് വരുന്നത്. 10 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ് രാജ്യത്തിൻ്റെ വിസ്തീർണം. റഷ്യ കഴിഞ്ഞാൽ ഏറ്റവും വലിയ രാജ്യം. പക്ഷേ രാജ്യത്തിൻ്റെ ഭൂപ്രകൃതിയിൽ മനുഷ്യവാസം ഇല്ലാത്ത സ്ഥലങ്ങളാണ് കൂടുതൽ. 6 ടൈം സോൺ ഉണ്ട് രാജ്യത്ത്. എണ്ണ നിക്ഷേപത്തിൽ ലോകത്ത് 3ാം സ്ഥാനം. ലോകത്തെ ഏറ്റവും കൂടുതൽ യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം കാനഡയാണ്. ഏറ്റവും കൂടുതൽ കായലുകളുള്ള രാജ്യം. അങ്ങനെ ഒരു പിടി പ്രത്യേകതകളുണ്ട് കാനഡയ്ക്ക്. അറ്റ്ലാന്റിക്, ആർട്ടിക്, പസഫിക് സമുദ്രങ്ങളാണ് രാജ്യത്തിൻ്റെ 3 വശങ്ങളിലായി. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള രാജ്യം. ലോകത്തെ ആകെ വനപ്രദേശത്തിൻ്റെ 10% കാനഡയിലാണ്. രാജ്യത്തിൻ്റെ 34% വനമാണ് എന്ന് പറയാം. രാജ്യത്തിൻ്റെ അടയാളമായ മാപ്പിൾ ഇല ചേർത്തതാണ് അവരുടെ പതാക. നമ്മുടെ അശോക സ്തംഭം പോലെ കൊടിക്ക് നടുവിൽ ആ ഇല പതാകയിൽ കാണാം. വിദേശികൾക്ക് ലഭിച്ചു വരുന്ന മികച്ച സ്വീകരണവും പഠിക്കാനും ജോലി ചെയ്യാനുമുള്ള മികച്ച സാഹചര്യങ്ങളുമാണ്, ഒപ്പം നല്ല ശമ്പളവുമാണ് കാനഡയിലെ മുഖ്യ ആകർഷണം. ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ പേർക്കാണ് ഈ വർഷം കാനഡ PR നൽകാൻ ഒരുങ്ങുന്നത്. ഏകദേശം 4.3 ലക്ഷം, അതായത് 4,30,000 പേർക്ക് പെർമനൻ്റ് റെസിഡൻറ്റ് PR
ഈ വർഷം നൽകും. PR-നായി എക്സ്പ്രസ് എൻട്രി വഴി ശ്രമിക്കുന്നവർക്ക് ഇതിലും നല്ലൊരു സുവർണാവസരം ഇനി ഉണ്ടാവില്ല. 10 ലക്ഷം തൊഴിലവസരങ്ങളാണ് കാനഡയിൽ കാത്തിരിക്കുന്നത്. നിർമ്മാണ മേഖല, പ്രൊഫഷണലുകൾ, ശാസ്ത്രരംഗം, സാങ്കേതിക സേവനം, ഗതാഗതം, വെയർഹൗസിംഗ്, ധനകാര്യം, ഇൻഷുറൻസ്, വിനോദം, റിക്രിയേഷൻ, റിയൽ എസ്റ്റേറ്റ് മേഖലകളിലാണ് ഈ തൊഴിലവസരങ്ങളെല്ലാം ഉള്ളത്. കനേഡിയൻ എംപ്ലോയി റീലൊക്കേഷൻ കൗൺസിലിൻ്റെ സർവേ പ്രകാരം IRCCയിലെ അപേക്ഷകരുടെ എണ്ണം 27 ലക്ഷത്തോളമുണ്ട്. ടെമ്പററി റെസിഡൻറ്റ്, പെർമനൻറ്റ് റെസിഡൻറ്റ്, ഇതാണ് 2 തരം ഉള്ളത്. എക്സ്പ്രസ് എൻട്രി നറുക്കെടുപ്പിലെ കട്ട് ഓഫ് സ്കോറാണ് എല്ലാ കാര്യങ്ങളും നിശ്ചയിക്കുക. പ്രായം, ചെറുപ്പം, ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത, തൊഴിൽ പരിചയം, ഇംഗ്ലീഷ്, ഫ്രഞ്ച് ഭാഷകളിലെ പരിജ്ഞാനം ഇവ മുഖ്യമാണ്. IT അപേക്ഷ കിട്ടാൻ ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും ഒടുവിൽ നടന്ന ഡ്രോയിൽ കട്ട് ഓഫ് സ്കോർ 533 ആയിരുന്നു. അതിൽപ്പെട്ട 2000-ഓളം പേർക്കാണ് ഈ ഏറ്റവും ഒടുവിൽ PR ലഭിച്ചത്. കോവിഡിന് ശേഷം 3ാമത്തെ ഡ്രോയാണ് ഈ മാസം നടന്നത്. ഓരോ മാസം കഴിയും തോറും കട്ട് ഓഫ് സ്കോർ കുറഞ്ഞു വരുന്നുണ്ട്. വരും മാസങ്ങളിൽ കട്ട് ഓഫ് സ്കോർ കുറച്ചും കൂടെ കുറഞ്ഞ് വരുന്നവർക്കും അവസരം കിട്ടിയേക്കാം. ഫെഡറൽ സ്കിൽ വർക്ക് പ്രോഗ്രാം, സ്കിൽഡ് വിത്ത് ഫോറിൻ വർക്ക് എക്സ്പീരിയൻസ്, കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്, കനേഡിയൻ വർക്ക് എക്സ്പീരിയൻസ്, ഫെഡറൽ സ്കിൽഡ് ട്രേഡ്സ് പ്രോഗ്രാം, ക്വാളിഫൈഡ് ഇൻ എ സ്കിൽഡ് ട്രേഡ് എന്നിവയാണ് ഈ തരത്തിലുള്ളത്. ഒന്നിടവിട്ട ബുധനാഴ്ചകളിലാണ് ഡ്രോ നടക്കുക. കട്ട് ഓഫ് സ്കോറിന് മുകളിലാണെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെടും. എഡ്യൂക്കേഷണൽ ക്രെഡൻഷ്യൽ അസസ്മെൻറ്റ് ECA ആണ് ആദ്യ കടമ്പ. യോഗ്യതാ സർട്ടിഫിക്കറ്റിൻ്റെ വേരിഫിക്കേഷനാണ് ഇതിൽ വരിക. കനേഡിയൻ സ്ഥാപനങ്ങളിൽ പഠിച്ചവർക്ക് ഈ കടമ്പ ഇല്ല. ലാംഗ്വേജ് ടെസ്റ്റ്, ഇംഗ്ലീഷ് പരിജ്ഞാനം തെളിയിക്കാനുള്ള IELTS, ഫ്രഞ്ച് പരിജ്ഞാനം അളക്കാൻ TEF അല്ലെങ്കിൽ TCF കാനഡ, ഓരോന്നും വളരെ ചെലവുള്ളതുമാണ്. പക്ഷേ ഈ കടമ്പകളെല്ലാം കടന്നേ പറ്റൂ. എക്സ്പ്രസ് എൻട്രി പ്രോഗ്രാം ഓൺലൈനിലൂടെ 2015 ജനുവരിയിലാണ് ഇത് തുടങ്ങുന്നത്. 6 മാസം വരെ ഇതിന് പ്രോസസ്സിംഗ് സമയമെടുക്കും. പ്രൊഫൈൽ ക്രിയേഷൻ, സ്കിൽ, ജോലി പരിചയം, FSWP, FSTP, CEC, എക്സ്പ്രസ് എൻട്രി പ്രോഗ്രാമിന് കീഴിൽ ഇവയെല്ലാം വളരെ പ്രധാനമാണ്. ഇതിൽ യോഗ്യത നേടുന്നത് ഒരു വലിയ കടമ്പ തന്നെയാണ്. പ്രൊഫൈൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ചേർത്തിരിക്കുന്ന അനുബന്ധ വിവരങ്ങൾ വിലയിരുത്തി കോംപ്രിഹെൻസീവ് റാങ്കിംഗ് സിസ്റ്റം മുഖേന സ്കോർ നിശ്ചയിക്കും. ഫ്രഞ്ച് ഭാഷയിൽ ആശയവിനിമയം നടത്താനുള്ള മികച്ച കഴിവുണ്ടെങ്കിൽ, അതുപോലെ ജോലി ഓഫർ നമുക്കുണ്ടെങ്കിൽ, ബന്ധുക്കൾ കാനഡയിൽ താമസക്കാരാണെങ്കിൽ PR കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി PR വേഗം കിട്ടാനുള്ള മറ്റു വഴികൾ: എക്സ്പ്രസ് എൻട്രി നറുക്കെടുപ്പിൽ ഉയർന്ന റാങ്ക് കിട്ടുക, ഏതെങ്കിലും പ്രവിശ്യയോ പ്രദേശമോ നിങ്ങളെ നോമിനേറ്റ് ചെയ്യുക. PR-നായി ശ്രമിക്കുന്നവർക്ക് പ്രൊഫഷണൽ കൺസൾട്ടുകളുടെ സേവനമേ തേടാവൂ എന്ന് പ്രത്യേകം ഓർമ്മിക്കുക. കാനഡയിൽ കുടുംബാംഗങ്ങളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളെ സ്പോൺസർ ചെയ്യാം. സുതാര്യമായതിനാൽ അധികം ബുദ്ധിമുട്ടില്ലാതെ ഈ വഴിയിൽ കയറിക്കൂടാം. ബാങ്ക് അക്കൗണ്ടിൽ നിശ്ചിത തുക കടമ്പയായി മറ്റൊന്നുണ്ട്. നിലവിലെ ഒരു സാഹചര്യത്തിൽ 10 ലക്ഷത്തോളം രൂപ ബാങ്ക് ബാലൻസ് എങ്കിലും ഉണ്ടായിരിക്കണം. ഇനി TR to PR, കാനഡയിൽ ജോലി ചെയ്യുന്നവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും താൽക്കാലിക താമസക്കാരൻ എന്ന പദവിയിൽ നിന്ന് സ്ഥിര താമസക്കാരനായി മാറിക്കിട്ടുക, ആ അംഗീകാരം കിട്ടുക. ജോലിക്കാർക്കും കാനഡയിൽ പഠിച്ച് ബിരുദം നേടിയവരെയുമാണ് ഇതിനായി പരിഗണിക്കുക. 2022 മാത്രം താൽക്കാലിക വിസ PR ആക്കി 50,000 കുടിയേറ്റക്കാർ പുതുതായി PR നേടി. 2021 മെയ് മുതൽ 2022 ജൂൺ വരെയുള്ള കണക്കാണിത്. 2024 കാനഡയിലെ വിദേശ പൗരന്മാരുടെ എണ്ണം 45 ലക്ഷമാകുമെന്നാണ് കണക്ക്. അടുത്ത 10 വർഷത്തിനുള്ളിൽ 90 ലക്ഷം പേരാണ് കാനഡയിൽ ജോലിയിൽ നിന്ന് വിരമിക്കാൻ പോകുന്നത്. CACയുടെ ന്യൂസ് പ്രകാരമാണിത്. അതായത് വരും വർഷങ്ങളിൽ തൊഴിലവസരങ്ങൾ കൂടി വരാനാണ് സാധ്യത. ഇനി പഠിക്കാനും മികച്ച യൂണിവേഴ്സിറ്റികളുള്ള രാജ്യമാണ്. ടൊറൻഡോ, മഗ്ഗിൽ യൂണിവേഴ്സിറ്റികൾ ലോകത്തെ തന്നെ മികച്ച റാങ്ക് നിലവാരമുള്ള യൂണിവേഴ്സിറ്റികളാണ്. അമേരിക്കയും UK-യും ഒക്കെ കണക്കിലെടുത്താൽ താരതമ്യേന പഠിക്കാനുള്ള ട്യൂഷൻ ഫീസ് കുറവാണ്. എങ്കിലും കേരളീയരെയൊക്കെ സംബന്ധിച്ച് വളരെ ഉയർന്ന ഫീസ് തന്നെയാണ്, ഒരു തർക്കവും വേണ്ട. ഏറ്റവും ഉയർന്ന ഫീസുള്ള കോഴ്സുകളിലൊന്ന് MBA ആണ്. ഇനി ഏറ്റവും പ്രധാന കടമ്പ IELTS തന്നെ. കനേഡിയൻ സ്റ്റഡി പെർമിറ്റ് ലഭിച്ചാൽ നിങ്ങൾക്ക് പഠനമാവാം. ഒപ്പം ജോലി ചെയ്യാനുള്ള സോഷ്യൽ ഇൻഷുറൻസ് നമ്പർ കിട്ടും. ഓർക്കുക, സ്റ്റഡി പെർമിറ്റ് വിസയല്ല. സ്റ്റഡി പെർമിറ്റിനൊപ്പം വിസിറ്റിംഗ് വിസയായിട്ടാണ് കിട്ടുക. ഏറ്റവും ആകർഷകം പഠനത്തോടൊപ്പമുള്ള ജോലിയാണ്. പോക്കറ്റ് മണി മുതൽ അത്യാവശ്യം ചെലവുകൾക്കുള്ള തുക ഈ വഴിക്ക് നേടാം. ഒപ്പം ജോലി പരിചയവും. 5 സ്കോളർഷിപ്പുകളാണുള്ളത്. ഹംബർ കോളേജ് ഇൻ്റർനാഷണൽ എൻട്രൻസ് സ്കോളർഷിപ്പ്, കാനഡ ആസിയാൻ സീഡ്, കാർലട്ടൺ പ്രസ്റ്റീജ്, ലെസ്റ്റൺ ബി പിയേഴ്സൺ യൂണിവേഴ്സിറ്റി ഓഫ് ബ്രിട്ടീഷ് കൊളംബിയ. ഈ 5 സ്കോളർഷിപ്പുകളാണ് ഇന്ത്യക്കാർക്ക് സർവകലാശാലകളിൽ പഠനത്തിനായി അപേക്ഷിക്കാവുന്നത്. അത് കിട്ടിക്കഴിഞ്ഞാൽ അത്യാവശ്യം
പഠന ചെലവ് അതിലൂടെ നടന്നു പോകും. കടൽ കടന്ന് കാനഡയിൽ എത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതിലും ബെസ്റ്റ് ടൈമില്ല. PR-ന് തയ്യാറെടുക്കുന്നവർക്കും ജോലിക്ക് ശ്രമിക്കുന്നവർക്കും എല്ലാ ആശംസകളും. ഇൻസൈഡ് ഔട്ടിൻ്റെ മുൻ എപ്പിസോഡുകൾ കാണാൻ മാതൃഭൂമി.com യൂട്യൂബ് ചാനൽ സന്ദർശിക്കാം.